നമസ്കാരം. തിരുവല്ലയ്ക്കടുത്ത് പടപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പണി കഴിപ്പിച്ച 2014 സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇത് 2 ഫ്ലോറായിട്ടാണ്. അതായത് നമ്മൾ ഓരോ വീട് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുമായിട്ട് ഒരുപാട് താഴ്ന്നു കിടക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു. അതുകൊണ്ട് റോഡിന്റെ ലെവലിൽ ഒരു നിലയും അതിന് താഴേക്ക് ഒരു നിലയുമായിട്ട് 2 നിലയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ റോഡിൽ നിന്ന് സ്ലോപ്പ് ആയിട്ടുള്ളൊരു വാക്ക് വേ ആയിട്ട് കൊടുത്തിട്ട് താഴത്തെ നിലയിലേക്ക് ഇറങ്ങാവുന്ന പോലെയും മേളിലേക്ക് വണ്ടി കയറാവുന്ന പോലെ ഒരു റാമ്പ് കൊടുത്ത് മേളിലേക്ക് ഒരു നിലയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു വാടക ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് രണ്ടും രണ്ട് വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരാൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതുപോലെ മേളിൽ വേറെ ആൾക്ക് താമസിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഈ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയായി, ഈ വീട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം പ്രത്യേകതകളാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇതിപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യത്തിന് റോഡിൽ നിന്ന് അല്പം ഉയർത്തി ഇവിടെ ഒരു സ്ലാബ് ചെയ്ത് ഇവിടുന്ന് ഒരു വീട് വരുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോറാണ് ഈ വീട്ടിലേക്ക് കയറാനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വഴി താഴേക്ക് നമുക്ക് താഴ്ന്നു കിടക്കുന്ന പ്ലോട്ട് വഴി ചെറിയൊരു റാമ്പ് പോലെ കൊടുത്തിട്ട് താഴേക്ക് വന്നിട്ട് അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ വീടിന്റെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ കയറി വരുന്ന ഇത് സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പിന് മാത്രം നമ്മളൊരു ബ്ലാക്ക് കളറിലെ മോൾഡിങ് ഓട് കൂടിയുള്ള ടൈൽസ് ആണ് ഇതിന്റെ സ്റ്റെപ്പിന്റെ ത്രെഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ വോൾ ടൈലും എല്ലാം ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടൈൽസ് തന്നെയാണ്. ഈ ഒരു ഗ്രേ പാറ്റേണിലുള്ള ടൈൽസ് അപ്പോക്സി പോയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മേളിലേക്ക് വരുമ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി നമ്മളിവിടെ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. GI പൈപ്പിലാണ് ഈ ഗ്രിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോർ 8 അടി ലെവലിലാണ്. ഇതിന്റെ കുറച്ച് താഴ്ത്തിയാണ് സിറ്റ് ഔട്ടിന്റെ റൂഫിങ് വന്നിരിക്കുന്നത്. ഇവിടെ LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരുവാണെങ്കിൽ ഇത് ടീക്ക് ഡോറാണ്. ടീക്കിന്റെ കട്ടളയും കതവുമാണ്. അപ്പൊ ഇത് ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ വർക്കും കാര്യം. ഇതിന്റെ ലോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ, ഇത് ബ്രാസിന്റെ ഹാൻഡിലാണ്. ഏലിന്റെ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വിൻഡോസ് വരുന്നത് ഇത് ആഞ്ഞലിയും പ്ലാവുമാണ്. ഫ്രെയിം ആഞ്ഞലിയും ഷട്ടർ പ്ലാവിലുമാണ്. അപ്പൊ ഇതിന്റെ ഒരു പാളിക്ക് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പാളി ഫ്രഞ്ച് വിൻഡോ ആണിത്. അപ്പൊ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഒരു GI പൈപ്പിൽ ഒരു ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ലെങ്തി ആയിട്ടുള്ള ഒരു ഹോളാണ്, ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ടൈലിംഗ് കൊടുത്തിരിക്കുന്നത് 4x2 വിട്രിഫൈഡ് ടൈൽസ് ആണ്. അപ്പോക്സി പോയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 90 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ഫ്ലോർ ടൈലും ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഫ്രഞ്ച് വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ ആഞ്ജലി പ്ലാവിന്റെ ഫ്രഞ്ച് വിൻഡോസ് ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രെയിം എല്ലാം ആഞ്ജലി, ഷട്ടർ എല്ലാം പ്ലാവ്, പട്ട കമ്പി രീതിയിലുള്ള ഗ്രിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ആ സെയിം തന്നെയുള്ള 3 പാളി ഫ്രഞ്ച് വിൻഡോസ് ആണ് ഈ സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വരുമ്പം ഈ ഡൈനിങ് റൂമിന്റെ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പെയിന്റ് കൊണ്ട് തന്നെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലുള്ള സ്ട്രിപ്പ് വരച്ചിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. ഇതിന്റെ ഒരു ഹൗസ് വാമിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ഇനിഷ്യൽ ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ കിച്ചൺ ആണ്. ഈ സൈഡിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത് കിച്ചൺ ആണ്. അതേപോലെ ബെഡ്റൂം ഇവിടുന്ന് 2 സൈഡിലേക്കുമാണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പൊ 2 ബെഡ്റൂമാണ്. അതുപോലെ ഇത് ഡൈനിങ് വാഷ്. ഈ 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇതിപ്പോ ഒരു 360x330 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. അതായത് 11 അടി 12 അടി സൈസുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പൊ ഇതിലെ പെയിന്റിംഗ് ഒരു വേറെ നമ്മുടെ ഹോളിൽ കണ്ടതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതൊരു സെപ്പറേറ്റ് കളർ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ഗ്രീനും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലുള്ള ഒരു ഗ്രീൻ കളറുമാണ് ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്ലോർ ടൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിംഗ് റൂമിൽ കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പം കൂടിയ ടൈൽസ് ആണ്. ഇതിലും അപ്പോക്സി പോയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അതിന്റെ ഒരു സെയിം കളർ പാറ്റേൺ ഒക്കെ തന്നെയാണ്, കുറച്ചും കൂടെ വലിയ സൈസിലുള്ള. ഇതൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഉള്ള ഒരു ടൈൽസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോർ ആണ്. ഇവിടെ വേറൊരു ഈ 4x2 സൈസിലുള്ള ടൈല് തന്നെ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇതിന്റെ വോൾ ടൈൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറി ബീച്ച് കളറിലുള്ള ടൈൽസ് ആണ്. ഇതിന്റെ ഫ്ലോറും അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജോൺസന്റെ ക്ലോസറ്റ് ആണ്. സിംബോളയുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ PVC ബോർഡിലാണ് ഇതിന്റെ കൗണ്ടർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ വോൾ മിക്സർ, ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വോൾ ടൈല് ഫുൾ ലെങ്തിൽ ടോപ്പ് വരെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ ബെഡ്റൂമിന്റെ ഡോറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇതിന്റെ ഫ്രെയിംസ് എല്ലാം ആഞ്ഞലിയുടെ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഷട്ടർ എല്ലാം WPC ആണ്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ വുഡ് ആണെന്നേ തോന്നുള്ളൂ. ഇത് WPCയുടെ ഷട്ടർ ആണ്. അപ്പൊ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മരത്തിന്റെ തടി കൊണ്ട് മരത്തിന്റെ ഡോർസുകളൊക്കെ ചെയ്യുമ്പോൾ
നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബദലായിട്ടാണ് നമ്മൾ ഈ WPCയും സ്റ്റീൽ ഡോറുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ WPC ഡോർസുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രൂ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഡോറിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റൂമിലേക്ക് വന്നാൽ ഇത് വേറൊരു കളർ പാറ്റേണിലാണ് ഇതിന്റെ വോൾസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബീജ് കളറാണ് ഇതിന്റെ വോള്. അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു ഹെഡ് വരുന്ന വോൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു 3 പാളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വുഡ് തന്നെയാണ്, ആഞ്ചരിയും പ്ലാവിലും തന്നെയാണ് ഇതിന്റെ വുഡ് വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് വിൻഡോ ആണ്. ഇവിടെ നമ്മൾ വുഡിന്റെ നമ്മുടെ താഴെ പറഞ്ഞ പോലെ തന്നെ ആഞ്ചരിയും പ്ലാവിന്റെ തന്നെയാണ് ഇതിന്റെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിനെല്ലാം ആ ഒരു ഡിസൈനിലുള്ള പാറ്റേൺ ആണ് ഷട്ടറിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഗ്രിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലിവിംഗ് റൂമിൽ കണ്ട ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഇതിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. നമ്മൾ അപ്പുറത്ത് കണ്ടിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഫൈബർ ഡോർ ആണ് ഇതിന്റെ ടോയ്ലറ്റിന് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ചെറിയൊരു ടോയ്ലറ്റ് ആണ്, മറ്റു ടോയ്ലറ്റിനെക്കാട്ടി ചെറുതാണ്. ഇപ്പൊ ഇതിന്റെ വോൾട്ടൈൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലുള്ള വോൾട്ടൈലാണ്. ഇതിന്റെ ഫ്ലോറും അതിനോട് മാച്ച് ആകുന്ന രീതിയിൽ ഉള്ള ഫ്ലോർ ടൈൽ തന്നെയാണ്. ഇത് അപ്പോക്സി പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോൺസന്റെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പേസിന്റെ ഒരു പരിമിതി മൂലം ചെറിയൊരു കോർണർ വാഷ് ബേസിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ മിക്സർ ടാപ്പ് ഇല്ല, സ്പൗട്ട് പൈപ്പും അതേപോലെ ഷവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ WPCയുടെ ഡോറാണ്, പക്ഷേ ഹാഫ് ഗ്ലേസ്ഡ് ആണ്. ഇത് ഗ്ലാസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഫ്രെയിം ആഞ്ചലിയുടെ ഫ്രെയിമാണ്. അപ്പൊ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഫ്ലോർ ടൈൽ ഒരു വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ഫിനിഷ് ആണ്. ഇതിന്റെ ഫ്ലോറിങ് 4x2 സൈസിലുള്ള ടൈൽസ് തന്നെയാണ്, മാറ്റ് ഫിനിഷ് ആണ്. ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് L ഷേപ്പിൽ. അപ്പൊ ഇതിൽ ടോപ്പിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് എല്ലാം അലൂമിനിയം PVC ബോർഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, UV ബോർഡിലാണ് ഇതിന്റെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളർ ഓറഞ്ച് കളറിലുള്ള, ടോപ്പിൽ വരുന്നതെല്ലാം ഓറഞ്ച് കളറിലുള്ള ബോക്സും താഴെ ഗ്രീൻ കളറുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കിച്ചണിന്റെ വോളും ആ ഒരു ഗ്രീനിഷ് കളറിലുള്ള കളറാണ് വോൾ പെയിന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സിങ്ക്, ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കിച്ചൺ വിൻഡോ, 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളെ കിച്ചണിലെല്ലാം ഇപ്പൊ ഇതേപോലെയുള്ള ലെങ്ത് കൂടി ഷോർട്ട് ആയിട്ടുള്ള വിൻഡോസ്. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ആൻഡ് ഹോം ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് വിൻഡോ ആണെങ്കിൽ അതിലേക്ക് കയറി നിൽക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്, ഫുഡും ഹോമും ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിൻഡോസ് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇവിടെ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കിട്ടും. ഇപ്പം വാഷിംഗ് മെഷീന്റെ പ്രൊവിഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ. അതേപോലെ ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ വർക്ക് ഏരിയ ആയിട്ടില്ല, ഇതിപ്പം ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പം ഒരു ഫ്ലാറ്റിന്റെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയയും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് താഴെയുള്ള വീടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഇതിന്റെ മേളിലേക്ക് ഒരു അപ്സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ടെറസ് ആണ്. നമുക്ക് ഭാവിയിൽ പിന്നീട് എന്തെങ്കിലും പണിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേളിലേക്കുള്ള കാര്യം. അപ്പൊ അതിനാണ് ഈ സ്റ്റെയർ റൂം മേളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ടെറസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രെയിം, ആഞ്ഞിലിയുടെ ഫ്രെയിമും ഇത് WPCയുടെ ഡോർ ഷട്ടറും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം സ്പേസ് ഓപ്പൺ ടെറസ് ആയിട്ടുണ്ട്. ഇത് സ്റ്റെയർ റൂമായിട്ട് ഇവിടെ ഈ ഒരു ഏരിയ സ്റ്റെയർ റൂമാണ്. വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ മേളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നീട് എന്തെങ്കിലും റൂമുകളോ കാര്യങ്ങളോ ഒക്കെ പണിയണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ താഴേക്ക് ഒരു റാമ്പ് കൊടുത്തിട്ടാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനുള്ള പേവിംഗ് ടൈലും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഒരു പാർക്കിംഗ് സ്പേസ് ആയിട്ടും കൂടെ കുറച്ച് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്ലോപ്പ് ആയിട്ടുള്ള റാമ്പ് കൊടുത്തിട്ടാണ് ഇതിന് താഴേക്ക് നമുക്ക് മേളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പാർക്കിംഗുമാണ്. അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് സ്പേസ് നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കവറിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മേളിൽ കണ്ട പോലെ തന്നെ ഇവിടെ സിറ്റ് ഔട്ട്, താഴെയുള്ള റൂമുകൾ എല്ലാം താഴെ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട പോലെ തന്നെ സെയിം ആണ്. ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു പാർക്കിംഗ് സ്പേസ് ഇത്രയും നമുക്ക് ഇവിടെ ഒരു കവറിംഗ് ആയിട്ടൊരു മിറ്റം ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം. നമ്മൾ കിണർ നേരത്തെ കുഴിച്ചിരുന്നതാണ്, അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അതിനുള്ള പേവിംഗ് ടൈലും എല്ലാം ഈ ഒരു ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ സിറ്റ് ഔട്ട് ആണ്. നമ്മൾ താഴെ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ടൈൽസും കാര്യങ്ങളും എല്ലാം ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡോറും താഴത്തെ സെയിം തന്നെ തേക്കാണ്. തേക്കിന്റെ ഫ്രെയിമും ഷട്ടറുമാണ്. ഇവിടെ ആഞ്ഞിലിയുടെ ഫ്രെയിമും ഷട്ടറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മേളിൽ 3 പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ആയിരുന്നു. ഇവിടെ നമ്മൾ 2 പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. മേളത്തെ ഫ്ലോറിന്റെ സെയിം ഏരിയ തന്നെയാണ് താഴെയും വരുന്നത്. ഈ ലിവിംഗ് റൂം ഇത്രയും ഒരു ലെങ്തി ആയിട്ട് ലിവിംഗും ഡൈനിങ്ങും കൂടെ ചേർന്നാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. മേളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം ഫ്ലോർ ടൈലും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോക്സി പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മേളിൽ പറഞ്ഞ പോലെ തന്നെ ഈ 2 ബെഡ്റൂമാണ്, 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം. ഇവിടെ കിച്ചണ്, ഇവിടെ നമ്മൾ മേളിലേക്ക് പോകാനുള്ള സ്റ്റെയർ റൂം. ഇവിടെ കുറച്ചും കൂടെ ഫർണിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേളിൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ആ സെയിം പാറ്റേണിൽ തന്നെയുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ കളറും എല്ലാം സെയിം തന്നെയാണ്. ഒരു ബീച്ച് കളറിലുള്ള ഡാർക്ക് കളർ, ഇവിടെ ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ സൈഡിലാണ്, നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ്. അപ്പൊ അതിന്റെ ഡോർ വന്നിരിക്കുന്നത് നമുക്ക് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലാണ്.
അകത്തേക്ക് തുറക്കാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് വരുന്നതുകൊണ്ട്, സ്ലാബ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് തുറക്കാൻ പറ്റില്ല. അതുപോലെ സ്റ്റെയർ കേസിന്റെ ഡെപ്ത്, ഹൈറ്റ് തല മുട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു സ്റ്റെപ്പായിട്ടാണ് ഈ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അകത്തോട്ട് വന്നാൽ ഇവിടെ നമുക്ക് തല മുട്ടാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ടാപ്പ്, മിനിമം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ ഇവിടെ കിട്ടുന്നുണ്ട്. എക്സോസ്റ്റ് ഫാൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ടോയ്ലറ്റിന്റെ ഈ സ്റ്റെയർ കേസിന്റെ ഏരിയ ആണ് ഇവിടെയെല്ലാം നമ്മൾ മൊത്തത്തില് ടൈലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്പേസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ കിച്ചണിലേക്ക് വരുവാണ്. നമ്മൾ മേളിൽ കണ്ടത് ഒരു എൽ ഷേപ്പിൽ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു. പക്ഷെ ഇവിടെ കിച്ചണും വർക്ക് ഏരിയയും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആ ഒരു സ്പേസിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്പേസ് വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം മേളിലത്തേതിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ സെയിം ഏരിയ തന്നെയാണ്. എങ്കിലും നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ടോയ്ലറ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ സ്പേസ് വർക്ക് ഏരിയ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബെഡ് 2 കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ഏരിയയും സെയിം റൂമുകളും എല്ലാം തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തിരുവല്ലയിൽ പടപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ വീടിന്റെ വർക്ക് മൊത്തത്തിൽ ചെയ്തത്. 2014 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ടോട്ടൽ ആയത്. അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് വന്നത്, നമ്മളിത് ചെയ്തത് സ്ക്വയർ ഫീറ്റിന് 2200 രൂപ വെച്ചാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വർഷമായത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എന്തൊക്കെ മെറ്റീരിയലാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം മനസ്സിലായി കാണും. നമുക്ക് ഫ്രണ്ട് ഡോർ തേക്ക്, ബാക്കിയെല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ടൈൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഓരോ ടൈം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു റേറ്റ് ആണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ 2014 സ്ക്വയർ ഫീറ്റിന് 2200 രൂപ വെച്ച് ഏകദേശം ഒരു 44 ലക്ഷത്തോളം രൂപ നമുക്ക് ഇത്രയും ചിലവായി ഇപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള വർക്കിന്. അപ്പൊ ഇന്റീരിയർ ഒഴികെ ബാക്കിയുള്ള വർക്കുകളല്ല. അപ്പം ഇതാണ് ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ആയത്. അപ്പൊ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് വർക്കിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ഏരിയ, അത് പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ ഇതിനു മുമ്പ് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീടിനെ പറ്റി ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റാമ്പ് ചെയ്യുന്ന സമയത്തും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ സ്ട്രക്ചർ വർക്കിനെ പറ്റി മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളൊരു താഴ്ന്നു കിടന്ന പ്ലോട്ടിൽ എങ്ങനെയാണ് നമുക്കൊരു വീട് വെക്കാൻ പറ്റുന്നത്, ഒരുപക്ഷെ മണ്ണ് ഫില്ല് ചെയ്ത് പൊക്കി റോഡിന്റെ മുകളിലേക്ക് ആക്കി വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല പില്ലറി പൊക്കി അടിയിൽ പാർക്കിംഗ് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ മുകളിലേക്ക് റൂമുകൾ ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെയും വീട് മുകളിലും വീട് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് തന്നെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മളൊരു വീടിന്റെ ഡിസൈനിങ് സംബന്ധിച്ച് ഒരു വീടിന്റെ 2D ഡ്രോയിങ്, 3D, അതിന്റെ ബിൽഡിംഗ് പെർമിറ്റ്, അങ്ങനെയുള്ള സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്.